യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു അക്സെപ്റ്റൻസ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ജർമ്മനി ഇപ്പോൾ ഒരു ഹൗസിംഗ് ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ചൊന്ന് തപ്പേണ്ടി വരും. പക്ഷെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇവിടെ ഒരുപാട് ഹൗസിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് താമസിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഹോസ്റ്റലുകൾ എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അതുപോലെ ജർമ്മനിയിൽ സ്റ്റുഡൻസിനായിട്ടുള്ള പലതരം ഹൗസിംഗ് അല്ലെങ്കിൽ അക്കോമഡേഷൻസ് ഏതൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടുത്തെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ റെൻറ്റിനെ പറ്റി പറയാം. ജർമ്മനിയിൽ 2 തരത്തിലുള്ള റെൻറ്റുകളുണ്ട്. ഒന്ന് വാം മീറ്റയും രണ്ടാമത്തേത് കാൾട്ട് മീറ്റയും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നമ്മൾ സമ്മർ സമയത്ത് കൊടുക്കുന്ന റെൻറ്റാണ് വാം മീറ്റയും, അതുപോലെ വിൻ്റർ സമയത്ത് കൊടുക്കുന്നതാണ് കാൾട്ട് മീറ്റയും. അങ്ങനെയല്ല, കാൾട്ട് മീറ്റ എന്ന് പറയുന്നത് ബേസിക് റെൻറ്റാണ്. അതായത് നമ്മൾ വേറൊരു അഡീഷണൽ കോസ്റ്റുകളും ഇൻക്ലൂഡ് ചെയ്യാതെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിന് മാത്രം നമ്മൾ പേ ചെയ്യുന്ന റെൻറ്റ്. ഇനി വാം മീറ്റ് എന്ന് പറയുന്നത് അഡീഷണൽ കോസ്റ്റ് പ്ലസ് ബേസിക് റെൻറ്റ്. അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഗ്യാസ്, അതുപോലെ ഇലക്ട്രിസിറ്റി, വെള്ളം, വേസ്റ്റ് ഡിസ്പോസൽ സർവീസസിന് കൊടുക്കുന്ന ചാർജസ് എല്ലാമാണ്. പഠിക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് വളരെ അഫോർഡബിൾ ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഹൗസിംഗ് ഓപ്ഷനാണ് സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽസ് എന്ന് പറയുന്നത്. ഏകദേശം 40% ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും അവർക്ക് താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളാണ് ഈ സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽസ്. ജർമ്മനിയിലെ മിക്ക സിറ്റീസിലും സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ട്. ഈ സ്റ്റുഡൻസ് യൂണിയൻ മാനേജ് ചെയ്ത് നടത്തുന്ന ഒരുപാട് ഹോസ്റ്റൽസ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റ് ഹോസ്റ്റലാണിത്. ഇതുപോലുള്ള സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽസിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയായിരിക്കും. അതുപോലെ സ്റ്റുഡൻസിന് വളരെ അഫോർഡബിളായിട്ട് താമസിക്കാനായിട്ടും പറ്റും. പിന്നെ ഓരോ ജർമ്മൻ സിറ്റി അനുസരിച്ച് സ്റ്റുഡൻറ്റ് ഹോസ്റ്റലിൻ്റെ വലിപ്പത്തിലും ബിൽഡിങ്ങിൻ്റെ വലിപ്പത്തിലും സൗകര്യങ്ങളിലും മാറ്റം വരാം. ഈ സ്റ്റുഡൻറ്റ് ഹോസ്റ്റലിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് സ്റ്റുഡൻസ് ഇപ്പോൾ സൈക്കിളുള്ളവരാണെങ്കിൽ അത് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും, അതുപോലെ കാറുള്ളവരാണെങ്കിൽ അത് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയയും ഉണ്ട്. നമുക്ക് ഈ സ്റ്റുഡൻറ്റ് ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് കയറാം. ഈ ഹോസ്റ്റലിൻ്റെ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്ന കുറേ പോസ്റ്റ് ബോക്സസാണ്. ഇവിടെയെല്ലാം ഇവിടെ താമസിക്കുന്ന സ്റ്റുഡൻസിൻ്റെ റൂം നമ്പറിൻ്റെ അവിടെ തന്നെ ഓരോ പോസ്റ്റ് ബോക്സ് അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ബോക്സിൽ അവിടെ നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നത് ഒരു ലോബിയിലേക്കാണ്, ഒരു ഹാളിലേക്ക്. ഇവിടെ നിന്ന് കോറിഡോറായിട്ട് തിരിച്ചേക്കുവാണ്. ഈ കോറിഡോറിൻ്റെ 2 സൈഡിലുമായിട്ടാണ് മുറികൾ. നമ്മളിന്ന് കാണാൻ പോകുന്ന മുറി ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഈ കോറിഡോർ കടന്നു വരുമ്പോൾ 2 സൈഡുകളിലായിട്ടാണ് മുറികൾ. അപ്പോൾ അതിനകത്ത് ഒരു മുറിയിലെ സൗകര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ജർമ്മനിയിൽ ടിപ്പിക്കലായിട്ട് കണ്ടുവരുന്ന സ്റ്റുഡൻറ്റ് ഹോസ്റ്റലുകളിലെ മുറിയാണിത്. ഇതിൻ്റെ സൗകര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ റൂമിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കിച്ചൺ. ഒരു കുഞ്ഞ് സ്റ്റൗവും, അതുപോലെ ഒരു ഫ്രിഡ്ജും, പിന്നെ ഒരു കുഞ്ഞു വാഷിംഗ് ഏരിയയും, അതുപോലെ എക്സോസ്റ്റും കൂടിയ ഒരു കിച്ചൺ ഏരിയയാണിത്. ഇവിടെ താമസിക്കുന്ന സ്റ്റുഡൻറ്റിന് വേണ്ട ഭക്ഷണം ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു സൗകര്യം. കൂടാതെ നമ്മൾ ഈ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം, അതുപോലെ പാത്രങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്, മസാലപ്പൊടികളൊക്കെ വെക്കാനായിട്ട് 2 ഷെൽഫും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ഏരിയ കഴിഞ്ഞ് വരുന്നത് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യവും അതുപോലെ ബാക്കി ടോയ്ലറ്റിനുള്ള ഫെസിലിറ്റീസും എല്ലാം ഈ മുറിയോട് ചേർന്ന് തന്നെയുള്ള ഈ അറ്റാച്ച്ഡ് ബാത്റൂമിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ റൂമിൽ കണ്ട ഈ കിച്ചൺ ഏരിയയും അതുപോലെ ബാത്റൂമും ഇപ്പോൾ എല്ലാ ഹോസ്റ്റലിലും മുറിയോട് അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ടായിരിക്കണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ ഒരു ഫ്ലോറിലായിരിക്കും ബാത്റൂമുകളും അതുപോലെ ഒരു കോമൺ കിച്ചണും ഉള്ളത്. അത് എന്നിട്ട് അവിടെ താമസിക്കുന്ന ആ ഫ്ലോറിൽ താമസിക്കുന്ന സ്റ്റുഡൻസ് ഷെയർ ചെയ്യുന്നതുമായിരിക്കാം. കിച്ചണിൻ്റെ അവിടെ കണ്ട 2 ഷെൽഫുകൾ കൂടാതെ ഇവിടെ നമുക്ക് 3 കബോർഡുകൾ കൂടി വരുന്നുണ്ട്. ഒന്ന് നമുക്ക് പാത്രങ്ങളും മറ്റ് സാധനങ്ങളും വെക്കാനായിട്ടുള്ളൊരു വലിയ ഷെൽഫും, അതുപോലെ ബാക്കി 2 നമ്മുടെ തുണിയും അതുപോലെ സാധനങ്ങൾ വെക്കാനായിട്ടുള്ള 2 കബോർഡുകളും. ഈ റൂമിലേക്ക് നമ്മൾ കയറി വരുമ്പോഴത്തേന് കാണുന്നത് ഒരു സ്റ്റുഡൻറ്റിന് കിടക്കാൻ പറ്റുന്ന പോലൊരു കട്ടിലും, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഫോണും വാച്ചും വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു കുഞ്ഞ് സൈഡ് ടേബിളും, കൂടാതെ പഠിക്കാനായിട്ടൊരു സ്റ്റഡി ടേബിളും ചെയറും ഉണ്ട്. ചില ഹോസ്റ്റലിലാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് മുറിയെങ്കിൽ നമ്മൾ ഈ റൂം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു കുഞ്ഞ് ഗാർഡൻ ഏരിയയിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പൊതുവെ ഇത്തരത്തിലുള്ള സ്റ്റുഡൻറ്റ് ഹോസ്റ്റലുകളിലെ മുറികളെന്ന് പറയുന്നത് 12 തൊട്ട് 16 മീറ്റർ സ്ക്വയർ വരെ ആയിരിക്കും സ്പേസ്. ഈ മുറിക്ക് കൊടുക്കുന്ന വാടക എന്ന് പറയുന്നത് ഒരു മാസം 300 യൂറോ ആണ്. ഇതിൽ തന്നെ ഇലക്ട്രിസിറ്റിയും വാട്ടറും അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ ചാർജസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്.
ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് വാഷിംഗ് സൗകര്യങ്ങളൊക്കെ എന്നുള്ളത്. കാരണം നമ്മൾ റൂമിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ വാഷിംഗ് മെഷീൻ ഒന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് വാഷിംഗ് ഫെസിലിറ്റീസിൻ്റെ ഏരിയ ആണ്. ഇതുപോലുള്ള ഹോസ്റ്റലുകളിൽ നമുക്ക് കുറേ വാഷിംഗ് മെഷീനും അതുപോലെ കുറേ ഡ്രയറോടും കൂടി ഓരോ ഫ്ലോറിലും ഓരോ കോമൺ റൂമുകളുണ്ട്. ഈ ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലോണ്ട്രി റൂമായിട്ട് ഇവിടെ ഒരുപാട് വാഷിംഗ് മെഷീൻസും അതുപോലെ ഡ്രയറും ഉണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറ്റ് കാർഡ് നമ്മൾ ചാർജ് ചെയ്യണം. ആ സ്റ്റുഡൻറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ലോണ്ട്രി സർവീസസ് ഫ്രീ അല്ല. അതായത് നമുക്ക് ഒരു പ്രാവശ്യം വാഷ് ചെയ്യണമെങ്കിൽ നമ്മൾ €2 വേണം വാഷിങ്ങിന് കൊടുക്കാൻ. അതുപോലെ ഡ്രയറിന് വേണ്ടി €2 കൊടുക്കണം. ജർമ്മനിയിലെ ചില സ്റ്റുഡൻറ്റ് ഹോസ്റ്റലുകളിൽ ഈ ലോണ്ട്രി സർവീസസ് യൂസ് ചെയ്യുന്നതിന് നമ്മൾ ചിലപ്പോൾ പേ ചെയ്യണം. ഇതുപോലെ തന്നെ ചിലയിടത്ത് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓരോ സ്റ്റുഡൻറ്റ് ഹോസ്റ്റലിനെ അനുസരിച്ച് മാറും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ താമസിക്കുന്ന സ്റ്റുഡൻസിന് ഒരുമിച്ച് ഒത്തുചേരാനായിട്ടും അതുപോലെ അവർക്ക് കുറച്ച് റീക്രിയേഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും അതുപോലെ മൂവീസ് കാണാനായിട്ടുള്ള ഒരു റൂമാണ്. സ്റ്റുഡൻസിന് ഒരുമിച്ചിരുന്ന് മൂവീസ് കാണാനും അതുപോലെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവർക്ക് നടത്തണമെങ്കിൽ അങ്ങനത്തെയൊക്കെ വേണ്ടിയുള്ള റൂമാണിത്. ഇവിടെ അവർക്ക് ഒത്തുചേരാം. നമ്മളിപ്പോൾ റൂമിൽ കണ്ട കിച്ചൺ എന്ന് പറയുന്നത് അവർക്കൊരു സ്റ്റൗവും അതുപോലെ ഒരു കുഞ്ഞു ഫ്രിഡ്ജ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുക്ക് ചെയ്യാനായിട്ടും അതുപോലെ മൈക്രോവേവ് ഉപയോഗിക്കാനായിട്ടും ഡിഷ് വാഷർ ഉപയോഗിക്കാനായിട്ടും അതുപോലെ ഗ്രില്ല് ചെയ്യാനായിട്ടും ഒക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിന് പാർട്ടി ഓർഗനൈസ് ചെയ്യാനായിട്ടും അതുപോലെ സമ്മറിൽ ഗ്രിൽ പാർട്ടിയൊക്കെ നടത്താനായിട്ടും ഒരു ഏരിയ ഇവരുടെ റീക്രിയേഷണൽ റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്പേസും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളൊരു റൂം കണ്ടുപിടിക്കണം. കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള സ്റ്റുഡൻറ്റ് ഹോസ്റ്റലുകളിൽ അക്കോമഡേഷൻ കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. കാരണം നല്ല റഷ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർനാഷണൽ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ആ സിറ്റിയിലെ സ്റ്റുഡൻറ്റ് യൂണിയൻസിനെ കണ്ടുപിടിച്ചിട്ട് അവർ മാനേജ് ചെയ്ത് നടത്തുന്ന ഇത്തരം ഹോസ്റ്റലുകളിൽ റൂം ഉണ്ടോ എന്ന് അന്വേഷിക്കണം. പൊതുവേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതും ഈ സ്റ്റുഡൻറ്റ് യൂണിയൻസിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് നടക്കുന്നത്. ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ ആ സ്റ്റഡി പ്രോഗ്രാമിൻ്റെ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റുഡൻറ്റ് ഹോസ്റ്റലുകളിൽ താമസിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണ് യൂണിവേഴ്സിറ്റിയിലെങ്കിൽ നിങ്ങൾക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം. നിങ്ങളൊരു ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ 2, 3, 4 പേർക്ക് ഒരുമിച്ച് ചേർന്നൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് താമസിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് സിംഗിൾ സ്പേസ് എടുത്ത് താമസിക്കുകയും ചെയ്യാം. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റുഡൻറ്റ് ഹോസ്റ്റലുകളിൽ റൂം കിട്ടിയില്ല എങ്കിൽ എന്തൊക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ട് അക്കോമഡേഷൻ ആയിട്ടുള്ളതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. ജർമ്മൻ സ്റ്റുഡൻസും അതുപോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും അവർ താമസിക്കാൻ വേണ്ടിയിട്ട് ഈ പഠിക്കുന്ന സമയത്ത് തിരഞ്ഞെടുക്കുന്ന വേറൊരു ഫെസിലിറ്റിയാണ് വേഗെ വോൺ ഗെമൈൻഷാഫ്റ്റ്. അതായത് ഫ്ലാറ്റ് ഷെയറിങ്. നമ്മൾ 4 or 5 സ്റ്റുഡൻസ് ഒരുമിച്ചായിരിക്കും താമസിക്കുന്നത്. അവർക്കെല്ലാവർക്കും ഓരോ റൂമായിരിക്കും. പക്ഷേ അവർ ലിവിങ് റൂമും അതുപോലെ കിച്ചണും ബാത്റൂമും എല്ലാം ഷെയർ ചെയ്യും. റെൻറ്റ് പേ ചെയ്യണം. അതുപോലെ യൂട്ടിലിറ്റി ബില്ലും ഇൻ്റർനെറ്റും എല്ലാം അവർ ഷെയർ ചെയ്തായിരിക്കും പേ ചെയ്യുന്നത്. പൊതുവെ ഇങ്ങനെയുള്ളിടത്ത് €300 തൊട്ട് €400 വരെ ആയിരിക്കും നിങ്ങൾ റെൻറ്റായിട്ട് പേ ചെയ്യുന്നത്. പക്ഷേ റെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന സിറ്റി, അതിൻ്റെ ആ ഹോസ്റ്റൽ അല്ലെങ്കിൽ ആ അപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്ന ലൊക്കേഷൻ, പിന്നെ നിങ്ങൾ എത്ര പേര് വെച്ചാണ് അത് ഷെയർ ചെയ്യുന്നത് എന്നതിനൊക്കെ അനുസരിച്ച് മാറാം. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിപ്പം ഈ ബാത്റൂമോ അല്ലെങ്കിൽ ലിവിങ് റൂമോ ഒന്നും കിച്ചണൊന്നും ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് അക്കോമഡേഷൻ കണ്ടുപിടിക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് റെൻറ്റ് നിങ്ങൾ പേ ചെയ്യുന്നത് കൂടുതലായിരിക്കും. കാരണം നിങ്ങൾ മാത്രമാണ് റെൻറ്റും അതുപോലെ യൂട്ടിലിറ്റി ബിൽസും എല്ലാം പേ ചെയ്യേണ്ടത്. അത് ഓരോ സിറ്റി അനുസരിച്ച് ഇപ്പോൾ സിറ്റിക്കകത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ റെൻറ്റ് കൂടുതലായിരിക്കും. അതല്ല നിങ്ങൾ ഔട്ട്സ്കേർട്സിലാണ് താമസിക്കുന്നതെങ്കിൽ അതനുസരിച്ച് റെൻറ്റ് കുറയാം. ചിലപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റ് ഹോസ്റ്റലുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഷോർട്ട് ടേം അക്കോമഡേഷൻ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും. എന്നിട്ടായിരിക്കും നിങ്ങൾ ഈ സ്റ്റുഡൻറ്റ് ഹോസ്റ്റലിലേക്ക് മാറാൻ നോക്കുന്നത്. അങ്ങനെ ആ ഷോർട്ട് പീരീഡിലേക്ക് നിങ്ങൾക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എയർബിഎൻബിയിൽ താമസിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂത്ത് ഹോസ്റ്റൽസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് റെൻറ്റിന് താമസിക്കാം. നമ്മളിപ്പോൾ കണ്ട പോലത്തെ സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽസ് കണ്ടുപിടിക്കാനായിട്ട് DAD.D എന്ന വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി കൊടുത്തു കഴിയുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് ഈ സ്റ്റുഡൻസ് യൂണിയൻ മാനേജ് ചെയ്ത് നടത്തുന്ന എല്ലാ ഹോസ്റ്റൽസും നിങ്ങൾക്ക്
നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്സോ അല്ലെങ്കിൽ സിംഗിൾ അപ്പാർട്ട്മെൻറ്റ്സോ കണ്ടുപിടിക്കാനായിട്ട് vegegesuch.de എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ജർമ്മനിയിൽ നിങ്ങളെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന മറ്റു വെബ്സൈറ്റുകളാണ് eBay Kleinanzeigen, ഇമ്മോനെറ്റ്, ഇമ്മോവെൽറ്റ്, വേഗേസൂഹെ, ഇമ്മോബിലിയൻ സ്കൗട്ട് 24. അപ്പോൾ ഇതൊക്കെയാണ് ജർമ്മനിയിലെ ഒരു സ്റ്റുഡൻറ്റ് ഹോസ്റ്റലിൻ്റെ സൗകര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇൻ കേസ് സ്റ്റുഡൻറ്റ് ഹോസ്റ്റലിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാനുള്ള മറ്റു മാർഗ്ഗങ്ങളും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.